യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവന്റെ കൈ കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഇവിടെ യോസേഫിനെ കള്ളൻ എന്ന് മുദ്രകുത്തി, വ്യഭിചാരി എന്ന് മുദ്രകുത്തി, തന്റെ യജമാനന്റെ ഭാര്യയെ മോശപ്പെടുത്തുവാൻ ശ്രമിച്ചവൻ എന്ന് മുദ്രകുത്തി യോസേഫിനെ ഇപ്പോൾ കാരാഗ്രഹത്തിനകത്ത് യജമാനൻ കോപിച്ച് അടച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി കാരാഗ്രഹ പ്രമാണി അവനോട് എത്രത്തോളം കഠിനമായി പെരുമാറാമോ അത്രയും അധികമായി കഠിനമായി പെരുമാറും. നമുക്കറിയാം, നമ്മുടെ ജയിലുകളിൽ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ തെറ്റുകൾ ചെയ്ത് കടന്നു പോകുമ്പോൾ ജയിലിനകത്തുള്ളവർ എത്രത്തോളം കഠിനമായി അവരോട് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രത്തോളം കഠിനമായി പ്രവർത്തിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. പൗലോസിനെയും സീലാസിനെയും കാരാഗ്രഹത്തിനകത്തേക്ക് അടച്ചപ്പോഴ് അവിടെ വായിക്കുന്നു, അവരെ കൈകളും കാലുകളും ആമത്തിലിട്ട് പൂട്ടി എന്ന് വായിക്കുന്നു. എത്രത്തോളം വേദന അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വേദന അവർക്ക് കൊടുക്കും. എന്നാൽ യോസേഫ് കാരാഗ്രഹത്തിനകത്ത് പോകുമ്പോഴും യോസേഫിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്ന ചിന്ത ഇത് തന്നെയാണ്: ഇപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയല്ല, ഇപ്പോൾ അനുഭവിച്ച ദുഃഖമല്ല, ഇതിനപ്പുറം ഇനി ഏത് വേദന ഞാൻ അനുഭവിക്കാൻ പോകുന്നുവോ, കാരാഗ്രഹത്തിനകത്തുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറാൻ പോകുന്നുവോ, കാരാഗ്രഹ പ്രമാണി എന്നെ ഏത് നിലയിലാണ് വേദനപ്പെടുത്തുന്നതെന്ന് അറിയുവാൻ കഴിയാതെ യോസേഫ് തകർന്ന ഹൃദയത്തോടെ കാരാഗ്രഹത്തിനകത്ത് പോയപ്പോൾ അവിടെ വായിക്കുന്ന ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, പറഞ്ഞേ, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, എന്നൊരു എത്ര പേർ പറയുന്നുണ്ട് ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്, യോസേഫിനോട് കൂടെ ദൈവം ഇരുന്നത് കൊണ്ട്, യഹോവ ഇരുന്നത് കൊണ്ട്, അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവന്റെ കൈക്കുള്ള ഒന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ യോസേഫിനെ കാരാഗ്രഹത്തിനകത്ത് ഒരു ചെറിയ അധിപതി പോലെയാക്കി വെച്ചു. കള്ളൻ എന്ന് മുദ്രകുത്തി, വ്യഭിചാരി എന്ന് മുദ്രകുത്തി, യജമാനന്റെ ഭാര്യയ്ക്ക് ദോഷം വരുത്തിയവനെന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിനകത്ത് അടച്ചില്ലേ? അവനെ കാരാഗ്രഹത്തിനകത്ത് ഏതോ ചില പൊറുപ്പുകൾ, ഏതോ ചില സ്ഥാനങ്ങൾ കൊടുത്ത് കാരാഗ്രഹ പ്രമാണിയാക്കി. കാരാഗ്രഹ പ്രമാണി യോസേഫിനെ വീക്ഷിക്കുമ്പോഴെല്ലാം യോസേഫ് വിശ്വസ്തനാണ്, നീതിമാനാണ്, തെറ്റ് ചെയ്യുന്നില്ല. ആമേൻ. അപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി, ഇവൻ കുഴപ്പം ചെയ്തതുകൊണ്ട് ഇവൻ ഈ കാരാഗ്രഹത്തിനകത്ത് വന്നതല്ല, ഇവനോട് ആരൊക്കെയോ അനീതി ചെയ്ത് ഇവന്റെ ഉയർച്ചയിൽ വേദനിച്ച്, ഇവന്റെ ഉയർച്ചയിൽ മനം നൊന്ത്, ആമേൻ, ഇവന്റെ അനുഗ്രഹത്തിൽ അസൂയാലുവായി ഇവനെ ഇതിനകത്ത് അടച്ചതാണെന്ന് കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വേദന വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പിറുപിറുക്കാറുണ്ട്, ഈ ദൈവം എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുത്തിയത്? പ്രാർത്ഥിക്കുന്ന എനിക്ക്, വിശ്വസ്തനായി നിന്ന എനിക്ക്, ഉണ്മയായി നിന്ന എനിക്ക് ഇങ്ങനെയൊക്കെ വരാമോ? എൻ്റെ വീടിനകത്ത് പ്രശ്നങ്ങൾ വരുന്നില്ലേ? എൻ്റെ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ വരുന്നില്ലേ? എൻ്റെ സഹോദരന്മാരെന്നോട് കയർക്കുന്നില്ലേ? എന്നെ സ്നേഹിക്കേണ്ടവർ എനിക്കെതിരായി മാറുന്നില്ലേ? ഇനിയും ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കണമോ എന്ന് ചില ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് തോന്നും. ആമേൻ. അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നിട്ട്, ദൈവസന്നിധിയിൽ നീതിമാനായി നിന്നിട്ട്, പാപം ചെയ്യാതെ നിന്നിട്ട്, ആമേൻ, ജീവിതത്തിൽ വേദന വരുമ്പോൾ ഇനി എന്തിന് നീതിമാനായി നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു? നന്മ ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, അല്ലേ? ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നിട്ട് അപമാനം വന്നാലും എടുത്ത തീരുമാനത്തിൽ മാറാത്തവൻ. ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദാനിയേലിനെതിരായി രേഖ എഴുതി. എന്നാൽ ദാനിയേൽ എന്ത് ചെയ്തില്ല?
ഭയപ്പെട്ടില്ല. നേരത്തെ ചെയ്തു വന്നതുപോലെ യെരൂശലേമിലേക്ക് കിളിവാതിലുകൾ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ഈ പകലിൽ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ത് എന്നാൽ, നീ വിശ്വസ്തനായി നിൽക്കുമ്പോ, നീ നീതിമാനായി നിൽക്കുമ്പോ, നീ പാപത്തെ വിട്ട് ഓടുമ്പോ, നീ പാപത്തെ ഭയന്ന് ഓടുമ്പോ, ദൈവത്തെ ഭയന്നിട്ട് നീ പാപം ചെയ്യാതിരിക്കുമ്പോ, നീ തെറ്റ് ചെയ്താതെ നീ തെറ്റ് ചെയ്തെന്നുള്ളൊരു പേര് നീ കേൾക്കുമ്പോ, നിന്റെ ജീവിതത്തിൽ നിന്ന വരുമ്പോ, അപമാനം വരുമ്പോ, നീ അവിടെയും വിശ്വസ്തനായി നിന്നാൽ മറ്റുള്ളവർക്ക് മുൻപിൽ നിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാമോ? അല്പനേരത്തേക്ക് തല കുനിഞ്ഞെന്നിരിക്കും. അവിടെ ദൈവത്തെ മുറുകെ പിടിച്ചാലുണ്ടല്ലോ, തലയെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നീതിയെ പകല് പോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിന്ദിക്കുന്നവരല്ല, ഇന്ന് അപമാനിക്കുന്നവരല്ല, അയ്യോ അവനെ കാരണമില്ലാതെ നിന്ദിച്ചല്ലോ, അവനെ കാരണമില്ലാതെ അപമാനിച്ചല്ലോ, അവൻ വാസ്തവത്തിൽ വിശ്വസ്തനായിരുന്നു, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ അവനെ പഴിച്ചല്ലോ എന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരു കാലം വരും. യോസഫ് എന്താ ചെയ്തേ? ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വന്നിട്ടും യോസഫ് ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചു. ദൈവത്തോടുള്ള ഭക്തി വിട്ടുകളഞ്ഞില്ല. പ്രാർത്ഥന നിർത്തിയില്ല, ഉപവാസം നിർത്തിയില്ല, ആരാധന നിർത്തിയില്ല. അതുകൊണ്ട് കാരാഗ്രഹത്തിനകത്ത് കള്ളനെന്ന് അടയ്ക്കപ്പെട്ടവൻ വിശ്വസ്തനായി മാറി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി മാറി, മറ്റുള്ളവർക്ക് വേണ്ടി ദൂത് പറയുന്നവനായി മാറി. യോസഫിന് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? തുടക്കം മുതലൊന്ന് നോക്കാമോ യോസഫിന്റെ സങ്കടങ്ങൾ? തന്റെ അപ്പനും തന്റെ സഹോദരന്മാരും തന്നെ അംഗീകരിച്ചില്ല. അതാണ് ആദ്യത്തെ സങ്കടം. യോസഫിനെ ദൈവം തിരഞ്ഞെടുത്തു. അന്ന് ചെറുപ്രായം മുതൽ യോസഫ് നീതിമാനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. എന്റെ വചനം കേൾക്കുന്ന ചില ദൈവമക്കൾ ചെറുപ്രായം മുതൽ വിശ്വസ്തരായിരിക്കുന്നവർ കാണാം. ചെറുപ്രായം മുതൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നിട്ടും നിങ്ങളുടെ വീടുകൾക്കകത്ത്, കുടുംബത്തിനകത്ത് പോലും നിന്നെ അനുഭവിക്കുന്നവരുണ്ടാകാം. വിവാഹം കഴിഞ്ഞ് വന്ന സ്ഥലത്ത് നീ കള്ളനെന്നോ കള്ളിയെന്നോ ഉള്ള പേര് കേട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിശ്വസ്തനായിരുന്നിട്ടും അവിടെ നീ മോശക്കാരൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? മോശക്കാരൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാകാം. വീടിനകത്തും വീടിന് പുറത്തും ചിലപ്പോ ആമേൻ അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ സ്വപ്നം അപ്പനോടും അമ്മയോടും പറഞ്ഞു. എന്താണ് സ്വപ്നം? അപ്പനും അമ്മയും സഹോദരങ്ങളും തന്നെ വന്ദിക്കുന്ന ഒരു സ്വപ്നമാണ് യോസഫിനെ ദൈവം കാണിച്ചത്. സ്വപ്നം കണ്ടത് യോസഫ് പറയാൻ തുടങ്ങിയപ്പോൾ വീട്ടിനകത്ത് എതിരുണ്ടായി. പുടപുടപട, നിന്നെ ഇന്നിപ്പോ ഞങ്ങളൊക്കെ വന്ദിക്കാൻ വരുന്നു, നീ ആര്? ഈ ചെറിയ ചെറുക്കൻ, നിന്റെ പുറത്ത് ഞങ്ങൾ നിന്റെ പുറകെ എന്നെ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. എന്നാൽ അതിനകത്ത് ശത്രുത ഉടലെടുക്കുകയാണ്. കളിയാക്കി വിട്ടു, പക്ഷെ അങ്ങനെയല്ല, സഹോദരന്മാരുടെ ഇടയിൽ ശത്രുത വർദ്ധിക്കുകയാണ്. ഇനി നാളെ ഇവനെ ഞങ്ങൾ വണങ്ങേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആമേൻ അവസാനം എന്ത് ചെയ്യുക? സഹോദരന്മാരെ സ്നേഹിച്ച ഇവനെ പൊട്ടക്കുഴിക്കാതെ തൂക്കിയിട്ടു. അത് യോസഫിന്റെ ജീവിതത്തിൽ വലിയ സങ്കടമായി മാറി അല്ലെ? സഹോദരന്മാർ പൊട്ടക്കിണറ്റിനകത്ത് തൂക്കിയിട്ടാൽ സങ്കടം വരാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ, സഹോദരന്മാർ നിങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ, സഹോദരന്മാർ നിങ്ങൾക്ക് തിന്മ ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് നന്മ ചെയ്യുകയാണ്. സഹോദരന്മാർ തിന്മ ചെയ്താൽ സങ്കടം വരാത്തവരുണ്ടോ? ഉണ്ടോന്നാണ് ചോദിച്ചേ. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു അല്ലേ പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും സങ്കടം വരും അല്ലേ? സഹോദരന്മാർ അംഗീകരിച്ചില്ലെങ്കിൽ പോലും സങ്കടം വരും. സ്വന്തം വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് സഹോദരന്മാർ വിളിച്ചില്ലെങ്കിൽ സങ്കടം വരും. ബാക്കി എല്ലാ സഹോദരന്മാരും ഒറ്റയായി നിന്നിട്ട് നിങ്ങളെ ഒരാളെ ഒതുക്കി വെക്കുമ്പോൾ സങ്കടം വരത്തില്ലേ? അവര് നല്ല വീട് വെച്ചു, ആ വീട് പാലുകാച്ചിൽ നിങ്ങളെ വിളിച്ചില്ല, നിങ്ങൾക്ക് സങ്കടം വരത്തില്ലേ? വരും അല്ലേ? എന്നാൽ ആമേൻ, ആ സങ്കടങ്ങളെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സഹോദരന്മാർ പൊട്ടക്കുഴിക്കാതെ കിട്ടപ്പോഴും യോസേഫിന് സങ്കടം വന്നു. എന്നാൽ യോസേഫ് അവിടെയും വിശ്വസ്തനായിരുന്നു. ആരെയും പഠിച്ചില്ല, ആരെയും ചീത്ത പറഞ്ഞില്ല. എന്നാൽ അതേ സഹോദരന്മാർ തന്നെ അവനെ പൊക്കിയെടുത്തു. സ്തോത്രം. അടുത്ത് യോസേഫിനെ 20 വെള്ളിക്കാശിന് ആമേൻ മിദ്യാനിയ കച്ചവടക്കാർക്ക് വിൽക്കുക. സങ്കടം വരുമോ ഇല്ലയോ?
പറഞ്ഞേ, സങ്കടം വരുമോ ഇല്ലയോ? വരും. 20 വെള്ളിക്കാശിന് വിൽക്കുക. കൈ ഒടിഞ്ഞാൽ മക്കളെ പോട്ടടാ എന്ന് പറഞ്ഞ് താങ്ങേണ്ട സഹോദരന്മാർ പൊട്ടക്കിഴിക്കാത്തിട്ടപ്പോഴേ വല്ല വേദന വന്നു കാണും, ശരീരമൊക്കെ ഉറങ്ങി കാണും. മോനെ നിനക്ക് ഇങ്ങനെ വന്നോടാന്ന് ചോദിച്ച് മുറിവ് കെട്ടേണ്ട സഹോദരന്മാർ ആ മുറിവോടുകൂടെ അവന്റെ അപ്പൻ കൊടുത്ത വിശേഷ അങ്കിയെ വലിച്ചു കീറിയിട്ട് നഗ്നനായി അവനെ മിദ്യാനി കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കുക. നമ്മളെയും നമ്മുടെ സഹോദരന്മാർ തൂറ്റിയിട്ട് നടക്കുമ്പോ, മോശമായി പറയുമ്പോ, നിന്നയായി പറയുമ്പോൾ അവന് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനൊരുത്തനാ എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം. അവനില്ലാതിരുന്നെങ്കിൽ ഞങ്ങൾ നന്നായിരിക്കുമായിരുന്നു. അവള് കാരണം ഇതെല്ലാം വന്നത്. അവള് കാരണം എന്റെ അപ്പന്റെ അമ്മയുടെ തല കുനിഞ്ഞത്. അവള് കാരണം ഈ കുടുംബം ഇങ്ങനെ ആയതെന്ന് നിങ്ങളെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിന്നു. ഒരു വിശേഷ സ്ഥലത്ത്, ഏതെങ്കിലും ഒരിടത്ത്, നിങ്ങളുടെ സഹോദരന്മാരെല്ലാം കൂടുന്ന സ്ഥലത്ത് നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ ഒതുക്കിയാൽ, നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളെ ഒതുക്കിയാൽ എങ്ങനെ ഇരിക്കും മനസ്സ്? സങ്കടം വരുമോ ഇല്ല? അതോ കൈ ഒടിച്ചിരിച്ചുകൊണ്ട് നടക്കുമോ? നമ്മള് എന്റെ സഹോദരിമാരല്ല എന്നെ ഒതുക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഇല്ല. നമ്മൾ കരയുമല്ലേ, നമ്മൾ വേദനിക്കുമല്ലേ, ഉള്ള ഉടയുമല്ലേ? യോ, ഇവരൊക്കെ ഞാൻ സ്നേഹിച്ചല്ലോ, ഇവരൊക്കെ ഞാൻ കരുതിയല്ലോ, ഇവർക്കൊക്കെ ഒരു അമ്മയെ പോലെ നിന്നല്ലോ, ഇവർക്കൊക്കെ ഞാൻ ഒരു അപ്പനെ പോലെ നിന്നല്ലോ. എന്നാൽ ഇന്ന് എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ, എന്നെ വിറ്റ് കളഞ്ഞല്ലോ എന്ന് ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാകും. ആ ഹൃദയത്തിനകത്ത് യോസേഫിന് വേദന ഉണ്ടായപ്പോൾ, സങ്കടം പെരുകിയപ്പോൾ ദൈവം അത് കണ്ടു എന്നുള്ളതാ. എന്നോട് കൂടെ ചേർന്ന് പറ, മനുഷ്യൻ എന്റെ സങ്കടങ്ങൾ കണ്ടില്ല എങ്കിലും എന്റെ സങ്കടങ്ങൾ കാണുന്ന നല്ലൊരു ദൈവം എനിക്കുണ്ട്. ഞാൻ വാവിട്ട് കരയുമ്പോൾ, ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ആണയിട്ട് ഞാൻ പറയുമ്പോൾ, എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ അങ്ങനെ ഒരു കുഴപ്പം കാണിച്ചില്ലെന്ന് പറയുമ്പോഴും, എന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ, എന്നെ പരിഹസിക്കുമ്പോൾ, എന്നെ നിന്ദിക്കുമ്പോൾ, പ്രതികരിക്കാൻ ഞാൻ പോകാതിരിക്കുമ്പോൾ, ഞാൻ ന്യായീകരിക്കാൻ പോകാതിരിക്കുമ്പോൾ, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റും? എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഈ പകലിൽ എന്നോടുകൂടെ ചേർന്ന് നിങ്ങളും പറയുന്നെങ്കിൽ, എൻ്റെ സഹോദരന്മാരെന്നെ വിറ്റ് കളയുമ്പോൾ, എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എന്നെ പൊട്ടക്കുഴിക്കകത്ത് തൂക്കിയിടുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് കണ്ടിട്ട്, ഞാൻ യേശുവിനെ അറിഞ്ഞെന്ന് കണ്ടിട്ട്, എൻ്റെ ജീവിതത്തിൽ വന്ന വേദനകളെ അവർ കണ്ടിട്ട് അമ്മ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എന്നെ മാറ്റി നിർത്തുമ്പോൾ, ഞാൻ ആരോടും പരാതി പറയാൻ പോകത്തില്ല. എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന് എത്ര പേരെന്ന് പറയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അടുത്ത യോസേഫിന്റെ ജീവിതത്തിൽ വന്നത് അടിമച്ചന്തക്കകത്ത് നിന്നു അല്ലേ? അപ്പന്റെ ഓമനപുത്രൻ എവിടെ നിൽക്കുക? അടിമച്ചന്തക്കകത്ത് നിൽക്കുക. നമ്മൾ കാളയെ വാങ്ങാൻ ചന്തയിൽ പോകുന്നത് പോലെ, നമ്മൾ കോഴിയെ വാങ്ങാൻ ചന്തയിൽ ചെല്ലുന്നത് പോലെ, അല്ല ഒരു ആടിനെ വാങ്ങാൻ ചന്തയിൽ ചെല്ലുന്നത് പോലെ, അവിടെ എല്ലാ ആടുകളെ വിൽക്കാൻ കൊണ്ടുവരും അല്ലേ? കാളയെ വിൽക്കാൻ കൊണ്ടുവരും, കോഴിയെ വിൽക്കാൻ കൊണ്ടുവരും. നമ്മൾ വില പറയും, എത്ര രൂപയാ? നമ്മൾ ആ കോഴി ഒരു കയ്യിൽ വാങ്ങി വെച്ചിട്ട് നമ്മളതിന്റെ പൂവെല്ലാം പിടിച്ചിങ്ങനെ നോക്കും, അതിന്റെ വായെല്ലാം തുറന്നു നോക്കും. നിങ്ങള് തുറന്നു നോക്കോ ഇല്ലയോ? ഇത് വല്ല എന്റെ അസുഖം വന്നതാണോ, നാക്കൊക്കെ ഉണ്ടോ എന്ന് വായെല്ലാം പിടിച്ച് നോക്കും. പിന്നെ അതിനൊന്ന് പറത്തി നോക്കും, വേണമെങ്കിലേ അത് കാലൊക്കെ പിടിച്ചിങ്ങനെ നോക്കും. നമ്മൾ നോക്കും അല്ലേ? അല്ല, നമ്മൾ പൈസ കൊടുക്കും, നമ്മൾ വെറുതെ വാങ്ങുമോ? ആടിനെ വാങ്ങാൻ പോയാൽ നമ്മൾ വേണമെങ്കിൽ 2 അടിയൊക്കെ കൂടെ തന്നെ കരയിച്ച് നോക്കും, ഇത് കരയിക്കുന്ന ആടാണോ. അവര് പറയുന്ന പാലുണ്ടോ എന്ന് നമ്മൾ വേണമെങ്കിൽ കറന്നു നോക്കും, കാരണം നമ്മൾ പൈസ കൊടുക്കുന്നതാ. സ്വത്രം. ഇതുപോലെ നോക്കിയ യോസേഫിനെ ഇവിടെ അടിമച്ചന്തയിൽ നിർത്തുക. അടിമ എന്തിനാ ഉപയോഗിക്കുന്നത്? വേല ചെയ്യാൻ അല്ലേ? വീട്ടിലെല്ലാ വേലയും ചെയ്യിക്കും. ഇടയ്ക്കൊരു സഹോദരി വീട്ടു വേലയ്ക്ക് വേണ്ടി പോയി, അന്ന് കരയുക, പാസ്റ്റർ 10,000 രൂപ ശമ്പളം, രാലത്ത് മുതൽ രാത്രി വരെ വീടിനകത്ത് ജോലിയാ, പിള്ളേരെല്ലാം വലിച്ചു വാരിയിടും, ഞാൻ ചെയ്യണം. എന്തെങ്കിലും ഒന്ന് ചെതറിക്കിടന്നാൽ പിന്നെ വഴക്ക. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കണം. കാലത്തെല്ലാം ചെയ്തു വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കണം. അരി അളന്നു തരും, മാവ് അളന്നു തരും, എണ്ണ അളന്നു തരും, അതിനകത്ത് ചെയ്തോണം.
വേലയ്ക്ക് പോയ ഒരു സഹോദരിയുടെ വേദന നോക്കിയേ. അപ്പോൾ അടിമയായ ഒരു മനുഷ്യൻ വീട്ടിൽ വേലയ്ക്ക് വേണ്ടി ഒരുവനെ വിളിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ? അപ്പോൾ യോസേഫിനെ അടിമച്ചന്തയ്ക്കകത്ത് വന്നവരും പോകുന്നവരും ഒക്കെ കുനിഞ്ഞു നിൽക്കടാ, നവർന്ന് നിൽക്കടാ, വാ തുറന്ന് കാണിക്കടാ, ശബ്ദം ഇടടാ, ഓടിക്കാണിക്കടാ. അപ്പന്റെ വീട്ടിനകത്ത് ഓമനപുത്രനായി വളർന്നവൻ അടിമച്ചന്തയ്ക്കകത്ത് അടിമകളുടെ കൂട്ടത്തൊരു അടിമയായി നിൽക്കുമ്പോൾ സൗന്ദര്യത്തിന് കുറവില്ല, ഹല്ലേലൂയ, ഗാംഭീര്യത്തിന് കുറവില്ല, ഹല്ലേലൂയ. എല്ലാവരും അവനും അടിമയെ വാങ്ങണമെന്ന് ആഗ്രഹിക്കും. കാരണം ഇത്രയും അഴകുള്ളവൻ, ഇത്രയും മാന്യമായി നിൽക്കുന്നവൻ, ഇവനെ അടിമയായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അന്ന് അവിടെ നിന്ന് എല്ലാ അടിമകളെക്കാളും അധികം വില ഇവന് പറഞ്ഞു കാണും. ഹല്ലേലൂയ. എത്ര വെള്ളിക്കാശിന് പൊത്തിഫർ വാങ്ങിയെന്ന് എഴുതിയിട്ടില്ല, 20 വെള്ളിക്കാശിന് സഹോദരന്മാർ വിറ്റു എന്ന് എഴുതിയിരിക്കുന്നു. ഒരു സ്തോത്രം. വന്നവരൊക്കെ യോസേഫിന്റെ അടുക്കൽ ഇവനെ വാങ്ങാൻ വരാതെ പോയി കാണത്തില്ല, കാരണം കോമള രൂപയാണേ. ഹല്ലേലൂയ, ആമേൻ പറഞ്ഞാട്ടെ. എന്നാൽ എങ്ങനെയോ അവർ ചോദിച്ച നല്ല വില കൊടുത്ത് പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമയായി വാങ്ങി. പൊത്തിഫേർ വാങ്ങാൻ വരുന്നത് വരെ അവൻ അവിടെ നിന്നു, കാരണം അത്രയും വില യോസേഫിനുണ്ടായിരുന്നു. സാധാരണക്കാരന് വാങ്ങുവാൻ കഴിയാത്ത അത്രയും വില യോസേഫിന് പറഞ്ഞിരുന്നു. സ്തോത്രം. പൊത്തിഫറിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്നു. അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോ പൊത്തിഫറിന്റെ യോസേഫിന്റെ വിശ്വസ്തതയും യോസേഫിന്റെ സൽപ്രവർത്തികളും കാരണം പൊത്തിഫറിന് അവനോട് മനസ്സലിവുണ്ടായി. പൊത്തിഫർ സകലത്തിനും അവനെ അധിപതിയാക്കി വെച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. യോസേഫിന് സങ്കടം ഇല്ലാതിരിക്കോ? അടിമച്ചന്തയ്ക്കകത്ത് ഒരു അടിമയായി നിന്നപ്പോ സങ്കടം ഇല്ലാതിരിക്കോ? സങ്കടം വന്നാണോ അല്ലേ? കരഞ്ഞു വേണോ അല്ലേ? അവന്റെ കരച്ചിൽ കേൾക്കാൻ ആരുണ്ട്? അപ്പനുണ്ടോ? അമ്മയുണ്ടോ? സഹോദരന്മാരുണ്ടോ? ഒരുറക്ക വാതർന്ന് കരയുമ്പോ മിണ്ടാതല്ലാന്ന് മുതുകത്തടിക്കുന്നതല്ലാതെ വാവിട്ട് കരയുമ്പോ ദൈവമേ, ഇതാണോ എന്റെ സ്വപ്നം? ഇതാണോ എന്റെ ദർശനം? ഇതാണോ എന്റെ രാജാവാക്കി മാറ്റുമെന്ന് നീ പറഞ്ഞത്? ഇതാണോ മറ്റുള്ളവരെ വണങ്ങുമെന്ന് നീ പറഞ്ഞത്? ഉറക്കെ വാവിട്ട് കളയുമ്പോ മുതുകത്തടിക്കും, തലക്കിട്ട് കൊട്ടും, തൊഴിക്കും. ആ സങ്കടത്തിന്റെ നടുവിലും യോസേഫിനോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു അല്ലെ? രാത്രി ഇതിനന്ന് പകൽക്കാലം സങ്കടപ്പെടുന്ന ചിലരുണ്ട്. ഈ തൊഴിയൊക്കെ, ഈ നിന്നയൊക്കെ, ഈ അപമാനമൊക്കെ, ഈ കെട്ട വാർത്തയൊക്കെ, ഈ കുറ്റവാക്കുകളൊക്കെ ഞാൻ കേൾക്കണോ? ഞാൻ സഹിക്കണോ? ഇതിനാണോ ഞാൻ ഇവിടെ വന്നത്? ഈ നിന്ദകൾ ഞാൻ കേൾക്കണോ? ഈ അപമാനങ്ങൾ, ഇതിനാണോ ദൈവം ഇങ്ങനൊരു ജീവിതം എനിക്ക് തന്നത്? മനസ്സുകൊണ്ട് പോലും അറിയാത്തത്, മനസ്സുകൊണ്ട് പോലും കേൾക്കാത്തത്, ഞാൻ പറയാത്തത്, ഞാൻ ചെയ്യാത്തത്. അയ്യോ, ഈ വീടിനകത്ത് ഒരു അടിമയെ പോലെ ഞാൻ ജീവിക്കേണ്ടി വരുന്നല്ലോ. നിന്റെ സങ്കടങ്ങൾ കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു സർവശക്തിയുള്ള ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ചിലർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിന് കാരണമുണ്ട്. ഇന്ന് പകൽക്കാലം ചിലർ നന്ദി പറയുന്നതിന് കാരണമുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ നീ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോഴും വേദനപ്പെട്ട് കരഞ്ഞപ്പോഴും നിന്റെ സങ്കടവും നിലവിളിയും കേട്ട ഒരു സർവശക്തിയുള്ള ദൈവം ഉണ്ടായിരുന്നില്ലേ? എത്ര പേര് യേശുവിനെ നന്ദി പറയുവാൻ തയ്യാറാകുന്നു? എത്ര പേര് യേശുവിനെ കരങ്ങളെ തട്ടി ആമേൻ പറയാൻ തയ്യാറാകുന്നു? ദൈവം നിന്നെ കൈവിടത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ സങ്കടങ്ങൾ കാണുന്നവനാണ്. ആമേൻ. എവിടെയെല്ലാം യോസേഫിന്റെ സങ്കടം ദൈവം കണ്ടോ, അവിടെയെല്ലാം യോസേഫിനെ ദൈവം ഉയർത്തിയല്ലേ? പൊത്തിഫറിന്റെ വീട്ടിൽ ഇപ്പോ അടിമയായി വരിക, ആരെയും അറിയത്തില്ല. അവിടെ വേറെയും കുറെ അടിമകളുണ്ട്, അവിടെ വേറെയും കുറെ ജോലിക്കാരുണ്ട്. അവിടെ കൂട്ടത്തിൽ ഒരു അടിമയെ പോലെ പൊത്തിഫർ ഇങ്ങനെ വളരുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാവിട്ട് കരഞ്ഞു കാണും, എന്റെ ദൈവമേ, എന്റെ സഹോദരന്മാരോട് ഇങ്ങനെ കാണിച്ചല്ലോ. എന്റെ അപ്പൻ വീടിനകത്ത് എങ്ങനെ ഇരിക്കുന്നു? യേശുവേ, എന്റെ ദൈവമേ, എന്റെ അവസ്ഥ ഇങ്ങനെയായല്ലോ. എന്നാൽ യോസേഫ് പോലും അറിയാതെ യോസേഫിന്റെ ജീവിതത്തെ ദൈവം മാറ്റി. സ്തോത്രം പറഞ്ഞാട്ടെ. യോസേഫ് പോലും അറിയാതെ യോസേഫിന്റെ ജീവിതത്തെ ദൈവം മാറ്റി. എന്നാൽ അതേ വീടിനകത്ത്, പൊത്തിഫറിന്റെ വീടിനകത്ത്, വിശ്വസ്തനായി നിന്ന സ്ഥലത്ത് പൊത്തിഫറിന്റെ ഭാര്യ പറയാ, വാടാ നമുക്ക് പാവം ചെയ്യാം.
പല പ്രാവശ്യം യോസേഫ് ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. വേണ്ട വേണ്ട, യജമാനത്തെ വേണ്ട, ഇത് ശരിയല്ല. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അനേക വാലിബർ പാപം ചെയ്യാൻ വേണ്ടി വ്യഗ്രത കൊള്ളുമ്പോൾ, പാപം ചെയ്തിട്ട് മറയ്ക്കുമ്പോൾ, മാതാപിതാക്കളെ മറയ്ക്കുമ്പോഴ്, പാപം പിടിക്കപ്പെടുമ്പോഴും മറയ്ക്കുമ്പോഴ്, ഇവിടെ ഒരുത്തൻ പാപം വേണ്ട പാപം വേണ്ട എന്ന് ഓടി ഓടി മറയുകയാ. ഒരു ദിവസം യജമാനത്തി അവനെ കയറി പിടിക്കുക, വാടാ നമുക്ക് പാപം ചെയ്യാമെന്ന്. അടിമയല്ലേ, എന്തു വേണോ ചെയ്യാലോ. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ അവൻ തന്റെ വസ്ത്രത്തെയും വിട്ടിട്ട് ഓടുകയാ. അവൻ ദൈവസന്നിധി നീതിയുള്ളവനായിരുന്നു. എന്നാൽ യജമാനത്തെ അവനെ കുറിച്ച് ദൂഷണം പറയാൻ തുടങ്ങി. വീട്ടിനകത്ത് ആരുമില്ലായിരുന്നപ്പോൾ ഇവൻ എന്നോട് പാപം ചെയ്യാൻ വേണ്ടി വന്നു, ഞാൻ ബഹളം വെച്ചപ്പോൾ ഇവൻ ഓടിയെന്ന്. അവിടെയും യോസേഫ് തകർന്നില്ല. അല്ലേ? ഹല്ലേലൂയ. ഒറ്റപ്പെട്ടപ്പോൾ തകർന്നില്ല, ശാരീരികമായി തകർന്നപ്പോൾ, ബലഹീനപ്പെട്ടപ്പോൾ തകർന്നില്ല, മറ്റുള്ളവർ ഉപദ്രവിച്ചപ്പോൾ തകർന്നില്ല. ഹല്ലേലൂയ. അപമാനപ്പെട്ടപ്പോൾ തകർന്നില്ല. അവിടെ എല്ലാം ദൈവസന്നിധിയിൽ സങ്കടപ്പെട്ടു, ദൈവസന്നിധിയിൽ കരഞ്ഞു. അപമാനം ജീവിതത്തിൽ വന്നപ്പോൾ പലപ്പോഴും ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒത്തിരി അപമാനം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. ദൈവത്തോട് നിങ്ങൾ പറയും വേറെ എന്ത് വേണോ സഹിക്കാം, എന്നാൽ എന്റെ തലകുനിയുന്നൊരു കാര്യം, ഈ അപമാനം എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ അപമാനപ്പെട്ട സ്ഥലത്ത് യോസേഫിന്റെ സങ്കടം ദൈവം കണ്ടു. യോസേഫിനെ കാരാഗ്രഹത്തിന് തടച്ചപ്പോൾ യോസേഫിന്റെ സങ്കടം ദൈവം കണ്ടു. ഹല്ലേലൂയ. ദൈവം യോസേഫിനെ കാരാഗ്രഹത്തിനകത്ത് വെച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങി. എങ്ങനാ യോസേഫ് അനുഗ്രഹിക്കപ്പെട്ടെ? എങ്ങനാ യോസേഫ് ഉയർച്ച പ്രാപിച്ചത്? അവന്റെ സങ്കടങ്ങളിലും വേദനകളിലും അവൻ ദൈവത്തെ വിട്ടുമാറിയില്ല എന്നുള്ളതാണ്. നീ ദൈവത്തെ വിട്ടുമാറിയാൽ നിന്റെ സങ്കടം ദൈവം കാണത്തില്ല. നീ ദൈവത്തെ വിട്ട് ഓടിപ്പോയാൽ നിന്റെ സങ്കടങ്ങൾ ദൈവം കൂട്ടു നിൽക്കത്തില്ല. എന്നാൽ ദൈവത്തോട് കൂടെ നിന്നാൽ ദൈവം നിന്റെ സങ്കടങ്ങൾ കൂട്ടു നിൽക്കും. ചില നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യോസേഫിന്റെ ചെറുതും വലുതും വിഷയങ്ങളെല്ലാം യോസേഫിനെ ദൈവം കരുതി. അപ്പനെടുക്കലില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ദൈവം ഉണ്ടായിരുന്നു. എങ്ങനെയാ ഇതുവരെ വളർന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കും, എങ്ങനെയാ ഇതുവരെ വന്നേ? ഇതുവരെ വരുവാൻ, ഈ ലെവലിൽ വരുവാൻ, ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ എന്തുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കും. എനിക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ യേശു അല്ലാതെ വേറൊന്നില്ല. എൻ്റെ യേശു അല്ലാതെ വേറൊന്നില്ല. എൻ്റെ അപ്പനില്ലാതെ എനിക്ക് വേറൊന്നില്ല. അപ്പൻ മാത്രമാണ് ഇതുവരെ എന്നെ കൊണ്ടുവന്നതെന്ന് എത്ര പേർക്ക് എന്നോട് കൂടെ ചേർന്ന് പറയാൻ പറ്റുന്നുണ്ട്? യേശുവല്ലാതെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. യേശുവിനല്ലാതെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ എത്തിയെങ്കിൽ, ഇതുവരെ വന്നെങ്കിൽ, ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ അതെന്റെ അപ്പന്റെ കൃപയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരു ദിവസം കാരാഗ്രഹത്തിനകത്ത് പഴയ ആ തറയിൽ കിടക്കുമ്പോൾ യോസേഫിന് സങ്കടമുണ്ട് കേട്ടോ. ആ തണുത്ത തറയിൽ മരവിച്ച് കിടക്കുമ്പോൾ അപ്പന്റെ വീട്ടിൽ പട്ടുമെത്തയിൽ കിടന്നവൻ ഒരു തെറ്റും ചെയ്യാതെ കാരാഗ്രഹത്തിനകത്ത് തണുത്ത് മരവിച്ച ആ തറയിൽ കിടക്കുക. നേരെ വസ്ത്രമുണ്ടോ? നേരെ ആഹാരമുണ്ടോ? യഥേഷ്ടം ആഹാരം കഴിച്ചവൻ, വിശേഷമായ വസ്ത്രം ധരിച്ചവൻ, നേരെ വസ്ത്രം ധരിക്കാനില്ലാതെ, നേരെ ആഹാരം കഴിക്കാനില്ലാതെ ആ തണുത്ത തറയ്ക്കകത്ത് കിടന്ന് മരവിച്ച് വിറയ്ക്കുമ്പോൾ സങ്കടം ഉണ്ടോ ഇല്ലയോ? സങ്കടം ഉണ്ടല്ലേ? കൊതുകടിക്കുമ്പോഴ്, മറ്റുള്ളവർ കളിയാക്കുമ്പോൾ, യജമാനന്റെ ഭാര്യയെ ദ്രോഹിച്ചവൻ, കള്ളൻ, വിശ്വസ്ത വഞ്ചകൻ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ, വർഷം ഇത്രയായിട്ടും 6 വർഷമായിട്ട് നിന്ന് മാറിയില്ല, വർഷം 6ആയി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിലര് പറയുന്നുണ്ട്, കള്ളൻ, യജമാനന്റെ ഭാര്യയെ ദ്രോഹിച്ചവൻ, വിശ്വസ്ത വഞ്ചകൻ. എന്നിട്ടും യോസേഫ് തകർന്നില്ല, സങ്കടപ്പെട്ടു ദൈവത്തോട്. ദൈവമേ, ഇതെല്ലാം കേൾക്കാൻ ഞാൻ എന്ത്? ഇതിനെല്ലാം ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തില്ല. ഒരു ദിവസം ദൈവം യോസേഫിന്റെ സ്ഥിതി ഒറ്റ രാത്രി കൊണ്ട് മാറ്റി. ഇന്ന് യോസേഫ് കിടന്നത് കാരാഗ്രഹത്തിന്റെ പഴഞ്ചൻ തറയില്ല. എന്നാൽ നാളെ യോസേഫ് കിടക്കുന്നത് രാജാവിന്റെ പട്ടുമെത്തയില. ഇന്ന് യോസേഫ് കഴിക്കുന്ന ആഹാരം, അല്ലെങ്കിൽ ഇന്നലെ യോസേഫ് തിന്നത് കാരാഗ്രഹത്തിന്റെ പൊട്ടിയ പാത്രത്തില, കാരാഗ്രഹത്തിലെ പൊട്ടിയ പാത്രത്തില, ചണിങ്ങി ചപ്പി അലുമിനിയം പാത്രത്തില. എന്നാൽ യോസേഫ് ഇന്ന് ആഹാരം കഴിക്കുന്നതേ
ആമേൻ. പൊന്നും വെള്ളിയുമുള്ള പാത്രങ്ങളിലാണ്. ഇന്നലെ യോസേഫ് കാരാഗൃഹത്തിന്റെ പഴഞ്ചൻ തറയിൽ കിടന്നപ്പോ, എടാ യോസേഫ് എങ്ങനെ ഉണ്ടടാ, വല്ലതും കഴിച്ചോ, നീ ഉറങ്ങിയോ, കൊതുകടി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ ഒറ്റ മനുഷ്യയില്ല. എന്നാൽ ഇന്ന് അപ്പോഴപ്പോഴാ ഒന്ന് വിസാരിക്കുക, അപ്പോഴപ്പോഴാ ഒന്ന് കേൾക്കുക, എന്ത് വേണം യോസേഫേ. പരിചരിക്കാൻ എത്ര പരിചാരകർ, എത്ര തോഴിമാർ, എത്ര തോഴന്മാർ. ഹല്ലേലൂയ. ഇന്നലെ പഴഞ്ഞു കീറിയ വസ്ത്രമായി യോസേഫ് ഇട്ടിരുന്നത്, എന്നാൽ ഇന്നോ പട്ട് വസ്ത്രമാ. സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരപ്പൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരപ്പൻ, അപ്പൻ ഉയർത്തുന്നത് വരെ കൂടെ ഇനി പരാതി പറയണ്ടേ കേട്ടോ. ആടെ മുമ്പേ ഇല്ല ഞാൻ തെറ്റ് ചെയ്തില്ല, നീതിമാനാണെന്ന് പറയാൻ പോണ്ട. മൗനമായിര്, മൗനമായിര്. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. പ്രാർത്ഥന വിട്ട് നീ പോകരുത്, ആരാധന വിട്ട് നീ പോകരുത്, വചനധ്യാനം വിട്ട് നീ പോകരുത്, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് നീ പോകരുത്. പലപ്പോഴും നിന്റെ സങ്കടം വരുമ്പോൾ നീ ആദ്യം കുറയ്ക്കുന്നത് പ്രാർത്ഥനയാണ്, ആദ്യം കുറയ്ക്കുന്നത് വചനധ്യാനമാണ്, ആദ്യം കുറയ്ക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. നന്ന് പകൽക്കാലം യേശുവിനോട് പൈശുവിന് പറയാനൊരു കാര്യമുണ്ട്. നിന്റെ സങ്കടങ്ങൾ ഞാൻ കാണുന്നുണ്ട്, നിന്റെ വേദനകൾ ഞാൻ അറിയുന്നുണ്ട്. നീ അന്നേ മരിച്ചു പോകേണ്ടവനായിരുന്നു, അന്നേ നീ തകർന്നു പോകേണ്ടവനായിരുന്നു. എന്നാൽ നിന്റെ സങ്കടങ്ങളിൽ ഞാൻ തുണ നിൽക്കുന്നവനായതുകൊണ്ടാണ് ഇതുവരെ നിന്നെ കൊണ്ടുവന്നത്. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ നിന്നെ ഉയർത്തും, നിന്റെ സ്ഥിതി ഞാൻ മാറ്റും. മറ്റുള്ളവർ ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ നിന്നെ ഞാൻ ഉയർത്തി വയ്ക്കുമെന്ന് പറയുന്നൊരു ദൈവം ഇവിടെ എത്ര പേർ കണ്ണുകൾ അടയ്ക്കുന്നുണ്ട്.